നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറക്കം മുറ്റുമ്പോ കൂവി തെളിഞ്ഞ് സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും ഈ കൊയിലിന്റെ കുഞ്ഞ്. നിർത്തും. സുസ്മിത വായടയ്ക്കും. എന്നാണോ നിങ്ങൾ ഈ കൊച്ചിന്റെയും ഇവളുടെയും ബന്ധം DNA ടെസ്റ്റ് നടത്തി തെളിയിക്കുന്നത്, ആ ദിവസം ഞാൻ എല്ലാം നിർത്തും. അങ്ങനെ ചോദിക്കാൻഡി, ആന്റിക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെ നീ എരുതിയിൽ എണ്ണയൊഴിച്ച് സകലതും ദഹിപ്പിക്കാന്ന് വിചാരിക്കല്ലേ സുസ്മിതേ? ദേ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറ. നീ എന്തിനാ പണം അവിടെ കൊണ്ടുവച്ചു? എന്തിനാ നീ ഇപ്പൊ ഇത്രയും ഭയക്കുന്നേ? പറയാം, പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം. എന്റെ ഫോൺ കോൾ നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞെന്താന്ന് എനിക്ക് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാലോ. ഈശ്വര, രക്ഷപ്പെട്ടു. നീതി പിടിച്ചു കയറാം. എന്താ എന്താ നീ ആലോചിക്കുന്നെ? അത് ഞാൻ ഇവരോട് പറഞ്ഞോളാം. ഞാൻ പണം വെച്ചത് സത്യമാ. പക്ഷെ എനിക്ക് വന്ന ഫോൺ കോളിന്റെ കാര്യം ഇവര് പറഞ്ഞത് സത്യമല്ല, പച്ച കള്ളവാ. എന്ത് കള്ളം? ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തൂന്നാ ഇവര് പറഞ്ഞ്. അതിനുശേഷം സത്യമേ, പിന്നെ ഈ വീട്ടിലെ ഓരോരുത്തരെയും കൊല്ലുമെന്ന്. അത് കേട്ട് ഭയന്ന് ഞാൻ പണം കൊടുത്തതാ. പക്ഷെ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എന്റെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് പറ. എല്ലാവരും ജീവൻ ആവത്തുണ്ടെന്ന് പറഞ്ഞാ ശ്യാമോള് വെറുതെ ഇരിക്കൂ? അതെ അച്ഛാ, എന്നിട്ടിപ്പോ പറയുന്ന നുണയാണെന്ന്. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവിതം നശിപ്പിക്കാൻ. എടി, വെറുതെ നുണ പറയരുത്. ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ തെളിവ്? നീ പറയുന്ന ഏതു നുണക്കഥയും വിഴുങ്ങാനിരിക്കുന്നവരല്ല ഇവരാരും. ഇറങ്ങി പോടി ഇവിടുന്ന്. നീ പറഞ്ഞത് കേട്ടില്ലേ? ഈ നുണഭാണ്ഡത്തെ ചവിട്ടി ഇറക്കടാ. ഇവള് കുറെ നേരമായിട്ട് ഇറങ്ങിപ്പോടി ഇവിടുന്ന്. എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. തൊട്ട നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നു? വിഷ്ണു, വേണ്ട. ശ്യാമേ, ഈ സാമർത്ഥ്യക്കാര് നിങ്ങളെല്ലാം പറ്റിച്ച് വീണ്ടും വരുതിയിലാക്കി. ആർക്കോ ജനിച്ച ഈ കുഞ്ഞിനെ ഇവിടുത്തെ അംഗമാക്കി. പക്ഷേ നിങ്ങളെല്ലാരും വിഡ്ഢികളാവാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യ. DNA ടെസ്റ്റ്. ഇവളുടെ ഈ കുട്ടിയുടെയും ഓരോ തുള്ളി രക്തം മാത്രം മതി അത് തെളിയിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പണ്ട് കുയിലിന്റെ മുട്ടയ്ക്ക് കാവലിരുന്ന കാക്കയുടെ അവസ്ഥയാവും നിങ്ങൾക്കും. പറക്കം മുറ്റുമ്പോ കൂവി തെളിഞ്ഞ് സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവും ഈ കുയിലിന്റെ കുഞ്ഞ്. നിർത്തും. സുസ്മിത വായടയ്ക്കും. എന്നാണോ നിങ്ങൾ ഈ കൊച്ചിന്റെയും ഇവളുടെയും ബന്ധം DNA ടെസ്റ്റ് നടത്തി തെളിയിക്കുന്നത്, ആ ദിവസം ഞാൻ എല്ലാം നിർത്തും. പക്ഷെ അതുവരെ ഞാൻ പറയും, ഈ മുട്ട കാക്കയുടേതല്ല, ഏതോ കുയിലിന്റെയാ.
ഇനി എന്റെ പപ്പിമോളുടെ കണ്ണിലോ മനസ്സിലോ സങ്കട കണ്ണീര് പാടില്ല. കാലം എത്രയായി ഈ അപവാദം കേട്ട് ജീവിക്കുന്നു. എന്റെ പൊന്നുമോളുടെ ഞരമ്പിലൂടെ ഒഴുകുന്നത് കലർപ്പില്ലാത്ത രക്തമാ. ഈ കുടുംബത്തിലെ അതേ രക്തം. അക്കാര്യത്തിൽ ആർക്കാ ഭാമ ഇത്ര സംശയം? എന്തായാലും എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ അച്ഛൻ ഇവിടെ ആർക്കും ഇല്ലായിരുന്നു. പുറമേ നിന്ന് ചെളിവാരി എറിയുന്ന മനുഷ്യർക്ക് എന്താ പറയാൻ പറ്റത്? അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നേര് നെറിയില്ലാത്ത മനുഷ്യർക്ക് ഒരു അപവാദം വിളിച്ചു പറയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? 2 or 4 ചീഞ്ഞെളിഞ്ഞ വാക്കുകളുടെയും നീചമായൊരു മനസ്സിന്റെയും സഹായം മാത്രം മതി. ആരോപിതരായ നിരപരാധികൾക്കാണല്ലോ പിന്നീട് സത്യം എന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം. പെണ്ണായി പോയവള്, അതുകൊണ്ട് മാത്രമാ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ആസത്തിന്. കുഞ്ഞല്ലേ, അവൾക്കിതിന്റെയൊക്കെ അകമ്പുകൾ അറിയാമോ എന്ന് സംശയിക്കുന്നവര് കാണും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. അവർക്ക് നേരെ നീട്ടുന്ന ചെറിയൊരു അനീതി പോലും തിരിച്ചറിയാം. വേദനിക്കും. ഇവിടെയും അതൊക്കെ തന്നെയാ സംഭവിച്ചതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.